ഹലോ. അങ്ങനെ അലാറം ഒന്ന് സ്നൂസിൽ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ കണ്ണ് തുറക്കുന്നത് 6 മണിക്കാണ്. കറക്റ്റ് 1 മണിക്കൂറേ ഉള്ളൂ എനിക്ക് കുക്ക് ചെയ്യാനും റെഡിയാവാനും. 7 മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ഒരു കൊളീഗ് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നി, നീ എനിക്ക് പുട്ടുണ്ടാക്കി കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. ഞാൻ വലിയ കാര്യത്തിന് വരാമെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് പുട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കണം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുട്ടിൻ്റെ മാവ് കുഴച്ചപ്പോൾ ഉപ്പങ്ങ് കൂടിപ്പോയി. നല്ല ഉപ്പിൻ്റെ അയ്യര് കളിയായിരുന്നു അതിനകത്ത്. പക്ഷേ എനിക്ക് ഇത്രയും മാവ് കളയാനും വയ്യ, കാരണം അതിനകത്ത് ഒരു മുറി തേങ്ങ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്, പുട്ട് സോഫ്റ്റ് ആവാനും എല്ലാത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് കളയാനും വയ്യ. പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാക്കി. പുള്ളിക്കാരി ആകുമ്പോൾ എന്തും കഴിച്ചോളൂ, അങ്ങനെ കുറ്റം പറയൂല. പക്ഷെ എന്നാലും ഞാൻ ഉണ്ടാക്കി. ഞാനും ബിജുവും എല്ലാവരും കഴിച്ചു. ഉപ്പ് കൊണ്ട് വായിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, മുട്ടക്കറിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. മുട്ടക്കറി വെച്ച് ഉപ്പ് കുറച്ച് കഴിഞ്ഞാൽ ആ കറി പുട്ടിലൊഴിക്കുമ്പോൾ ശരിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ എന്നെ തോൽപ്പിച്ചു. മുട്ടക്കറിയിൽ നല്ല ഉപ്പ് തന്നെ ഞാൻ വാരിയിട്ടിട്ടുണ്ട്. എന്തായാലും എല്ലാം സൈഡാക്കി ഞാൻ വച്ചു. പിന്നെ കോക്കനട്ട് റൈസാണ് ഞാൻ ലഞ്ചിന് പ്രിപ്പയർ ചെയ്തത്. കോക്കനട്ട് റൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ചെന്നൈയിലെ ഒരു വെജ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അപ്പം തുടങ്ങിയ പ്രേമമാണ് എനിക്ക് കോക്കനട്ട് റൈസിനോട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ട ടേസ്റ്റും ഫ്ലേവേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ കോക്കനട്ട് റൈസ്, ലെമൺ റൈസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കും. എന്തായാലും ഇന്നിപ്പോൾ ഞാൻ കോക്കനട്ട് റൈസാണ് ഉണ്ടാക്കിയത്. കോക്കനട്ട് റൈസിന് സൈഡായിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി. ഈ ഉരുളക്കിഴങ്ങും റൈസും എല്ലാം ഞാൻ തലേദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിനുള്ള മാവും തലേദിവസം തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് ആകെപ്പാടെ 5 മിനിറ്റ് സമയമുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഫിറ്റ് ചെക്കോ ഔട്ട്ഫിറ്റൊന്നും കാണിക്കാൻ സമയമില്ല.